നിലമ്പൂർ നിയോജക മണ്ഡലത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും പി അൻവറിന്റെ സഹായമില്ലാതെ വിജയിക്കാൻ യു കഴിഞ്ഞതോടെ തൃണമൂൽ നേതാവിന്റെ പ്രവേശനം തൃശങ്കുവിലായി. 5 മാസം മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 19,760 വോട്ടുകൾ നേടി ശ്രദ്ധേയനായ അൻവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടവ് പിഴച്ച് ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. പ്രവേശനത്തിനായി തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തി സമ്മർദ്ദ തന്ത്രം പയറ്റിയ അൻവറിന് നിലമ്പൂർ മേഖലയിൽ ഒരു സീറ്റ് പോലും നേടാനായില്ല. അതേസമയം നിലമ്പൂർ നഗരസഭയും നിയോജക മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തും തകർപ്പൻ ഭൂരിപക്ഷത്തിൽ തിരിച്ചുപിടിച്ചു. ഉപതെരഞ്ഞെടുപ്പിലെ കരുത്ത് ഉപയോഗിച്ച് നേതൃത്വവുമായി വിലപേശാൻ ശ്രമിച്ച അൻവറിന്റെ തന്ത്രമാണ് പരാജയപ്പെട്ടത്. ഉപതെരഞ്ഞെടുപ്പിൽ കരുത്തു കാണിച്ച അൻവറിനെ പിണക്കേണ്ട എന്നായിരുന്നു സംസ്ഥാന നേതാക്കളുടെ നിലപാട്. എന്നാൽ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ആര്യാടൻ ഷൗക്കത്ത് MLA നേതൃത്വത്തിലുള്ള നിലമ്പൂരിലെ നേതൃത്വം അദ്ദേഹത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടെന്ന് നിലപാടെടുത്തു. ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിന് 4700 വോട്ടുകൾ നൽകിയ വഴിക്കടവ് പഞ്ചായത്തിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ദയനീയ പ്രകടനമാണ് കാഴ്ചവെച്ചത്. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം ES സുഗു, അദ്ദേഹത്തിന്റെ ഭാര്യ വിചിത്ര സുഗു എന്നിവരുൾപ്പെടെ മത്സരിച്ച 8 സ്ഥാനാർത്ഥികൾക്കും വിജയിക്കാൻ സാധിച്ചില്ല. സുഗുവിന് കേവലം 68 വോട്ടും ഭാര്യ വിചിത്ര സുഗുവിന് 91 വോട്ടും മാത്രമാണ് കിട്ടിയത്. 3-ാം വാർഡ് വേണ്ടേക്കും പൊട്ടിയിൽ സുഗുവിനും 4-ാം വാർഡ് മരുത വേങ്ങേപ്പാടത്ത് സുഗുവിന്റെ ഭാര്യ വിചിത്ര സുഗുവും 4-ാം സ്ഥാനത്തായി. മത്സരിച്ച 8 സ്ഥാനാർത്ഥികളിൽ ഒരാൾക്ക് പോലും 2-ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞില്ല. വഴിക്കടവ് പഞ്ചായത്തിൽ 16 സീറ്റ് നേടി ഭരണം ഉറപ്പിച്ചു. LDFന് 8 സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ. അൻവറിന് സ്വാധീനമുണ്ടെന്ന് അവകാശപ്പെട്ട പഞ്ചായത്തിൽ ഒരാളെ പോലും വിജയിപ്പിക്കാൻ കഴിയാതിരുന്നത് അദ്ദേഹത്തിന് നാണക്കേടായി. വഴിക്കടവ് പഞ്ചായത്ത് പിടിക്കാനായില്ലെങ്കിലും അൻവറിന്റെ തട്ടകത്തിൽ വിജയിക്കാനായതിന്റെ ആശ്വാസത്തിലാണ് CPM. വഴിക്കടവ് പഞ്ചായത്തിൽ 4 സീറ്റിലെങ്കിലും വിജയിച്ച് UDFുമായി വിലപേശാമെന്ന അൻവറിന്റെ കണക്കുകൂട്ടലും പിഴച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ M സ്വരാജിനെ 3-ാം സ്ഥാനത്താക്കി അൻവർ രണ്ടാമതെത്തിയ വഴിക്കടവ് പഞ്ചായത്തിലെ 1-ാം വാർഡിൽ മുസ്ലിം ലീഗിനെ അട്ടിമറിച്ച് CPM വിജയിച്ചു. 1-ാം ബൂത്തിൽ ആര്യാടൻ ഷൗക്കത്ത് 326 വോട്ടുമായി ഒന്നാമതെത്തിയപ്പോൾ 153 വോട്ടുമായി രണ്ടാമതെത്തിയത് അൻവറായിരുന്നു. M സ്വരാജിനിവിടെ 128 വോട്ട് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. LDFനും UDFനും 10 സീറ്റ് വീതമുണ്ടായിരുന്ന ചുങ്കത്തറ പഞ്ചായത്തിൽ ഒരു സ്വതന്ത്ര അംഗത്തെ കൂറുമാറ്റിച്ചാണ് അൻവർ UDFന് ഭരണം പിടിച്ചു നൽകിയത്. അൻവറിന്റെ പിന്തുണയില്ലാതെ ചുങ്കത്തറയിൽ ഇത്തവണ 17 സീറ്റ് നേടി തകർപ്പൻ വിജയമാണ് UDF നേടിയത്. LDFന് കേവലം 4 സീറ്റ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ അൻവറും തൃണമൂൽ കോൺഗ്രസും ദയനീയമായി പരാജയപ്പെട്ടപ്പോൾ UDF തകർപ്പൻ വിജയം നേടി. നഗരസഭയിലും പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഉണ്ടായ മുന്നേറ്റം അൻവറിന്റെ രാഷ്ട്രീയ സ്വാധീനത്തെ ചോദ്യം ചെയ്യുന്നതാണ്. നഗരസഭയിൽ അൻവർ നേരിട്ട് പ്രചരണത്തിനെത്തിയ സ്ഥാനാർത്ഥികൾക്ക് പോലും വിജയിക്കാൻ സാധിച്ചില്ല. മുമ്മുള്ളി വാർഡിൽ അൻവർ വിജയം ഉറപ്പെന്ന് പ്രഖ്യാപിച്ച ഷാജഹാൻ കേവലം 7 വോട്ട് മാത്രമാണ് നേടിയത്. നഗരസഭയിൽ മത്സരിച്ച 5 തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും പരാജയപ്പെട്ടു. മുൻ ജനതാദൾ കൗൺസിലറായിരുന്ന ഇസ്മായിൽ എരഞ്ഞിക്കൽ തൃണമൂലിൽ ചേർന്ന് മത്സരിച്ചെങ്കിലും രക്ഷയുണ്ടായില്ല. ആകെയുള്ള 36 സീറ്റിൽ 28 സീറ്റും നേടിയാണ് നഗരസഭ തിരിച്ചുപിടിച്ചത്.